മണ്ഡലത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ NDA കാൻഡിഡേറ്റ് ആയിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ വിജയിച്ച റിസൾട്ട് വരുന്നതിന്റെ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജീനെ കുണ്ട്ര മണ്ഡലത്തിൽ കൊണ്ടുവരും. കൊല്ലമല്ല, കുണ്ട്ര മണ്ഡലത്തിൽ ഞാൻ കൊണ്ടുവരും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കുണ്ട്ര മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരും ആകെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ വളരെയധികം പരിചയമുള്ള, എന്തെങ്കിലും വിഷയം കിട്ടി കഴിഞ്ഞാൽ അലറി വിളിക്കുന്ന, ഈ അടുത്ത കാലത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ലോക പ്രസിദ്ധമായ ഒരു വണ്ടർ പരിപാടിയിൽ പങ്കെടുത്ത് അപാരമായിട്ടുള്ള വിജയം നേടിയ ഈ ഒരു മനുഷ്യൻ ഇലക്ഷൻ നിൽക്കുന്നത്, അതും 2020 ഭാഗമായിട്ട് BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ്, NDAക്ക് വേണ്ടി മത്സരിക്കുകയാണ്. എന്തായാലും അങ്ങനത്തെ മത്സരത്തിനിടയ്ക്ക് ഇദ്ദേഹം വന്ന് പറയുന്നത്, ജയിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 90 ഡേയ്സ് 90 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുണ്ട്ര മണ്ഡലത്തിൽ എത്തിക്കുമെന്ന് പറയുന്നത്. യജ്ജാതി വാഗ്ദാനം ആലോചിക്കുക അല്ലേ? അതൊരു നമ്പർ 1 വാഗ്ദാനമായിട്ട് എനിക്ക് തോന്നിപ്പോയത്. സാധാരണയായിട്ട് ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ, ഈ CPM ആയാലും കോൺഗ്രസ്സുകാരൊക്കെ പറയുക, വീട് വെച്ച് തരാം അല്ലേ, അല്ലെങ്കിൽ റോഡ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാം, യുവാക്കൾക്ക് ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇല്ലേ, കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു തരാം എന്നൊക്കെയുള്ള വളരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഇവിടുത്തെ നേതാക്കളൊക്കെ ഉന്നയിക്കുക. അപ്പോഴാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്, എന്താ ചെയ്യുന്നത്, ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാമെന്ന്. അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര ആഹ്ലാദത്തിലാണ്, അല്ലയോ? 90 ദിവസത്തിനുള്ളിൽ മഹത്തായ ഒരു കാര്യം നടക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ പിന്നെ ഒരു തേങ്ങയുടെ മൂടം ഉണ്ടാവില്ലേ? പക്ഷേ അത് അതിഗംഭീരമായിരിക്കും എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഇലക്ഷന് വേണ്ടി വോട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒന്നല്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJPയോടൊപ്പം ചെയ്തു വെക്കുന്നത്. ഒന്ന് കണ്ടോക്കെ. 200% ഞങ്ങൾ ജയിച്ചിരിക്കും. നമ്മൾ ഈ കുണ്ട്രനെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ 140 മണ്ഡലങ്ങളിൽ മാതൃകയാക്കാൻ പോവുകയാണ്. ഓക്കെ, കുണ്ട്ര തന്നെ ആയിരിക്കും ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും വലിയ വാണത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഖിൽമാരാണ് സത്യത്തിൽ ഇതിനേക്കാൾ ഒരാളുടെ റിയാക്ഷനാണ്. നിങ്ങൾ ഇതിൽ കാണേണ്ട ഏറ്റവും രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പഹയൻ ഉയർത്തിപ്പിടിച്ചൊരു വാളാണ്. നിങ്ങൾ നമ്മുടെ നാട്ടിലെ മറ്റേതെങ്കിലും നേതാക്കന്മാർ ഇങ്ങനെ വാൾ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? നമ്മളിത് കണ്ടിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ചില ഇലക്ഷൻ ക്യാമ്പയിനിൽ BJP നേതാക്കളുടെ കയ്യിലൊക്കെ ഈ വാളുണ്ടാവും. ഇവരത് ഇങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കുക കേട്ടോ. പിന്നെ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആവും, അതായത് വെട്ടും തീർത്ത് കളയെന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു പിടുത്തമായിരിക്കും മിക്കവാറും ഇവരൊക്കെ പിടിക്കാറുള്ളത്. കഴിഞ്ഞിട്ടില്ല. ഇതാണ് BJPയുടെ വകയായിട്ട് നമ്മുടെ ഇത്തവണ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച 2 പ്രധാനപ്പെട്ട വാണങ്ങൾ. പക്ഷെ ഒരു വാണം, ഈ വാണം അവിടെ നിൽക്കുകയാണ്. നമുക്ക് വേറൊരു സംഗതിയെ കാണാം. ഇയാള് ഭയങ്കര മഹാപ്രസിദ്ധനാണ്. ഒന്ന് കണ്ടുനോക്കൂ. പാലക്കാട് പറഞ്ഞത്, അഖിൽ ഇന്ന് പറയുന്ന എല്ലാ അടുത്ത ആഴ്ചകളും ചുരുങ്ങിയ 2 വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വേണം അഖിൽ പറയുന്ന പരാമർശങ്ങളിൽ പ്രതികരണം നടത്താനെന്നാണ് വിശാൽ പറഞ്ഞത്. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ എന്റെ പൊന്നു സുഹൃത്തെ, ഈ ഒരു വാണത്തിനോട്, ഈ ഒരു അബദ്ധത്തിനോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ പിഷാരടി ചേട്ടൻ പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ചിലപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയും, ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ വേറെ അഭിപ്രായം ആയിരിക്കും. നിങ്ങൾ അങ്ങനെ കാലുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നാണ് പിഷാരടി പറയുന്നത് വെച്ചപ്പോൾ ഈ ചെങ്ങാതി പറയുന്ന സംഗതി കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഇയാൾക്കത് മനസ്സിലായില്ലേ? പാലക്കാട് പറഞ്ഞത്, അഖിൽ ഇന്ന് പറയുന്ന എല്ലാ അടുത്ത ആഴ്ചകളും ചുരുങ്ങിയ 2 വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വേണം അഖിൽ പറയുന്ന പരാമർശങ്ങളിൽ പ്രതികരണം നടത്താനെന്നാണ് വിശാൽ പറഞ്ഞത്. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഒരു കാര്യം, അതെല്ലാവരും സുഹൃത്തെ ചോദിച്ചേ, എല്ലാ ദിവസവും ഒരു കാര്യം പറയാനെ കുറിച്ചല്ല, നിങ്ങൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു അഭിപ്രായം ഉണ്ടോ എന്നാ ചോദിച്ചേ. അതില്ല. അതായത് നിങ്ങൾക്കൊരു നിലപാടില്ല എന്നർത്ഥം. അതെന്തായാലും നിലപാടില്ല എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിലപാടില്ലായ്മയുടെ ഒരു വലിയ ഉദാഹരണം ഞാൻ കാണിച്ചു തരട്ടോ. ഇത് കണ്ടുനോക്കൂ. ഇതൊക്കെ അറിയാമല്ലോ, പക്ഷെ എന്നിട്ട് ഞാൻ എന്താ ഇത്ര ഈ 2 വർഷമായിട്ടും BJP വേദികളിലോ BJPയുടെ ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തത്? നമ്മുടെ ഉള്ളിലൊരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ്. എന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾ വേദനിക്കപ്പെടരുതെന്ന്
അതായത് BJPയുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അത് മറ്റൊരാൾക്ക് വേദനിപ്പിക്കപ്പെടുന്ന പരിപാടിയാണ് എന്നർത്ഥം. അങ്ങനെ BJPയുടെ ഒപ്പം നിന്ന് ഈ മറ്റൊരാൾക്ക് വേദനിക്കുക എന്ന് പറയുന്നത് മറ്റു മതസ്ഥർക്കാണ്. മുസ്ലിങ്ങൾക്കൊന്നും വേദന ഉണ്ടാവരുത്. BJP എങ്ങനെയാണെന്ന് ഇവനറിയാം. BJPയുടെ ഒപ്പം നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻസിനും മുസ്ലിങ്ങൾക്കും വേദന ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഇവനറിയാം. അതുകൊണ്ടാണ് ഇവൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോൺഗ്രസിനൊപ്പം നിന്ന് എന്നർത്ഥം. അപ്പൊ ഇവൻ നിന്നുകൊണ്ടിരിക്കുന്നത് BJPക്കൊപ്പല്ലേ? അപ്പൊ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ തന്നെ താറടിക്കുന്ന വർത്തമാനല്ലേ ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ പരിപാടിയിൽ എനിക്ക് അവിടെ അക്ഷതം കൊണ്ട് തന്ന സമയത്ത്, എന്നെ അവിടേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ പോയില്ല. പോകാഞ്ഞതിന്റെ കാരണം, ഞാനൊരു ഹൈന്ദവവാദിയാണ്, ഞാനൊരു ഭാരതീയനാണ്, ഞാൻ എന്റെ സംസ്കാരത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. പക്ഷേ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ മുറിവായ ഒരു പ്രദേശത്ത് എന്നെ സ്നേഹിച്ച, എനിക്ക് വോട്ട് നൽകി ജയിപ്പിച്ച വലിയൊരു മുസ്ലിം സമൂഹം കൂടി ഉണ്ടെന്നും അവർക്കൊരു വേദന ഉണ്ടാവരുതെന്നും ഞാൻ അവിടെ പോയി നിന്നിട്ട് താണ്ട്ര നിന്റെയൊക്കെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പണിഞ്ഞേക്കുന്ന രാമക്ഷേത്രത്തിൽ നിൽക്കുന്ന അഖിൽമാരാർ എന്ന് കാണിച്ചാൽ അത് ഒരുപാട് പേർക്ക് വേദനയുണ്ടാവും. എന്നെ സ്നേഹിച്ചവർക്കൊരു വേദനയായി മാറും. അതുകൊണ്ടാണ് പോകാഞ്ഞത്. അല്ലാതെ അമ്പലത്തിൽ പോകാത്ത ആളല്ലല്ലോ. അമ്പലത്തിലൊക്കെ പോവും. പക്ഷെ മറ്റൊരാൾക്ക് വേദന ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് പോയി നിന്ന് കാണിക്കുന്നത് ഇതെന്റെ കാഴ്ചപ്പാടാണ്. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു സംഗതി ജയിച്ച സമയത്ത് ഇവൻ പറഞ്ഞ വർത്താനാണ്. മനസ്സിലായില്ലേ? ഇതാണ് രായിക്കുന്ന രാമായണം എന്ന് പറയുന്ന രീതിയിൽ ഇവൻ വാക്കുകളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എന്തായാലും അന്ന് പറഞ്ഞത് BJPയുടെ ഒപ്പം ഞാൻ നിൽക്കാത്തത്, കോൺഗ്രസിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്, BJPയുടെ ഒപ്പം നിൽക്കാത്തത്, BJP നിന്ന് കഴിഞ്ഞാൽ അത് ഒരൊറ്റ മതത്തിനൊപ്പം നിൽക്കുന്ന പോലെയാണ്, അത് മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന പോലെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നവൻ ഇപ്പോഴത്തെ BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. ഇവന്റെ വേറൊരു വർത്താനം കേട്ടു നോക്കൂ. ഗ്യാസ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത്, വിറകൊടിച്ചുകൊണ്ട് വന്ന് കാട്ടിൽ പോയി വിറകൊടിച്ചുകൊണ്ട് വരാൻ വേണ്ടി കാട്ടിൽ പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. വല്ല കുരി പിടിച്ചോ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റോ ചിലപ്പോൾ അത് വഴി വീണ് കിടക്കും. അപ്പൊ ആ സ്ത്രീക്ക് ഇനി വീട്ടിൽ ഗ്യാസ് കൊടുക്കണം. ഇതൊക്കെയാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത്. അല്ലാതെ ഈ ലോകത്തെ എടുത്ത് മലമറിക്കുന്ന വികസനങ്ങൾ ഇവിടെ ചെയ്യുമെന്നല്ല. അപ്പൊ അത് പറഞ്ഞ പ്രധാനമന്ത്രി അത് പറയുമ്പോ ഇവിടെ കേരളത്തിൽ കിടന്ന് പരിഹസിക്കുക. പെട്രോളിന് വില കൂടിയെന്ന്. എന്തോ യവന്റെ ആവശ്യം എന്താ? യവൻ 250 cc ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇവന് 35 മൈലേജേ ഉള്ളൂ. ഇവന്റെ കയ്യിൽ കാശ്. അവൻ എന്നാലും 1 രൂപ 2 രൂപ പെട്രോളിന് കൂടിയപ്പോഴത്തേക്ക് ഇവന് കുഴപ്പം. എങ്ങനെയുണ്ട്? ഇമാതിരി വങ്കന്മാരൊക്കെ നമ്മുടെ നാട്ടിലെ പെട്രോളിന്റെ വില കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ പുറകിൽ എന്ത് രാഷ്ട്രീയമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്യാസ് എല്ലാവർക്കും കൊടുക്കുക എന്നുകൊണ്ട് കൊടുത്തോ? 15 ലക്ഷം രൂപ എല്ലാവരും പോക്കറ്റിലേക്ക് അക്കൗണ്ടിലേക്കും വരുമെന്ന് പറഞ്ഞ് BJPക്കാർ കൊടുത്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ വലിയ ഉത്തരവൊന്നുമില്ല. വിറക് പറക്കിയിട്ട് മൃഗങ്ങൾ അടിയിൽ പോകുന്ന, മൃഗങ്ങൾ കടിച്ചു കൊണ്ടുപോകുന്ന അത്തരം സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഗ്യാസ് എല്ലാവർക്കും എത്തിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ തുടങ്ങിയത്. എന്ത് ചെയ്യും? അതിനൊപ്പം തന്നെ ഇനിയിപ്പോൾ പെട്രോളിലെങ്ങനെ വില കൂടിയ ചോദിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ 350, 650, 1000 ചില്ലറ cc ബൈക്കൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരല്ലേ. കേരളത്തിൽ എല്ലാവരും അങ്ങനെയാണ്. അല്ലാതെ സാധാരണക്കാരൊന്നും ഇവിടെ ഇല്ല. സാധാരണക്കാരൊന്നും ഈ പെട്രോളിന്റെ വകയിലൊന്നും മെനക്കെട് ബാധിക്കുന്നില്ല. അത് കുറെ ചെക്കന്മാർ മാത്രമാണ് പെട്രോൾ അടിക്കുന്നത് എന്നാണ് ഈ വങ്കന്റെ ഒരു വിചാരം. ഇനി ഇതൊന്നും പോരാഞ്ഞ് ഒരു പുതിയ വങ്കത്തി ഇറങ്ങിയിട്ടുണ്ട്. മഹാബദ്ധം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അത് കാണേണ്ട കാഴ്ചയാണേ. ജീവിക്കണ്ടേ? അതായത് കിഴക്കമ്പലത്തെ പോലെ നമുക്ക് ജീവിക്കണ്ടേ? വേണ്ടേ? അവര് പറഞ്ഞു വേണ്ടാന്ന്. ചേച്ചി ഒന്ന് പോയി തന്നാ മതി. ഇമ്മര് വർത്തമാനം പറഞ്ഞിട്ട് വരണ്ടാന്നാ. 2500 രൂപയ്ക്ക് നമുക്കൊരു മാസം ജീവിക്കാൻ പറ്റണ്ടേ? എന്റെ പൊന്നു സുഹൃത്തുക്കൾ, 2500 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റൂ? ഒരു 2500 രൂപയ്ക്ക് ഒരു മാസം ജീവിക്കാൻ പറ്റണ്ടേ എന്ന് ചോദിക്കുന്നത്. 2500 രൂപയ്ക്ക് ഒരു മാസം പച്ചക്കറി മേടിക്കാൻ തന്നെ വേണം 14,000 രൂപ മിനിമം. ഗ്യാസിന്റെ പൈസ അതന്നെ 800 രൂപ വരും. ദിവസം എണ്ണ അടിക്കേണ്ടി വരും. അപ്പോൾ ദിവസം 100 രൂപ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു മാസം 10,000-30,000 രൂപ അതിന് പോകും. ഗ്യാസിന് മാത്രം ഇപ്പം തന്നെ 6-7 രൂപയായി. പക്ഷെ ഈ ഒരു യൂട്യൂബർ, ഇതൊരു യൂട്യൂബറാണ് കേട്ടോ, ഇങ്ങനത്തെ കുറേ യൂട്യൂബേഴ്സാണ് BJP ഇപ്രാവശ്യം നിർത്തിയിരിക്കുന്നത്. ഈ ഒരു ഇൻഫ്ലുവൻസ്, യൂട്യൂബ് ഇൻഫ്ലുവൻസ് പറയുന്നത് 2500 രൂപയ്ക്ക് നമുക്ക് ജീവിക്കേണ്ടെന്നാ. ഇതിനൊക്കെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂടെ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ എപ്പോഴും. ഓക്കെ, നിങ്ങളുടെയൊക്കെ മോളെ പോലെ കണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം. ഓക്കെ, ശരി കേട്ടോ. അതിന്റെ ഇടയ്ക്ക് അപ്പുറത്തൊരു വേറെ ചേട്ടൻ എന്തോ ഊക്കി പറഞ്ഞു പോയല്ലോ, അതെന്തുവാണാവോ? അപ്പൊ പറഞ്ഞത്
സ്ഥാനാർത്ഥി എപ്പോഴും മുമ്പിലായിരിക്കണം, അതിൻ്റെ ബാക്കിൽ നിന്നാൽ മതി, മുമ്പിലേക്ക് ആരും നിൽക്കണ്ടേ, അതെപ്പോഴും ശ്രദ്ധിച്ചോളെന്നാണ് വേറൊരു ചേട്ടൻ്റെ ഉപദേശം. എന്താ സുഹൃത്തുക്കളെ, ഇത്തവണ നമ്മുടെ കുറേ യൂട്യൂബർമാരെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ, അതുപോലെ തന്നെ ബിഗ് ബോസിൽ ജയിച്ച കുറേ എണ്ണത്തിനൊക്കെയാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവന്മാർക്ക് ജയിപ്പിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ചെയ്തിരുന്ന കളികളൊക്കെ ആയിരിക്കും ഇവന്മാർ ചെയ്യുക. വേണമെങ്കിൽ യൂട്യൂബിൽ 4 വീഡിയോ ഇട്ടിട്ട് വേണമെങ്കിൽ കണ്ടോളി, എനിക്ക് സബ് ചെയ്തോളി എന്നുള്ള വർത്തമാനം കൂടി പറഞ്ഞിട്ട് ഇവന്മാർ ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചെന്നൊക്കെ വരും. സൂക്ഷിക്കുക. ബൈ.